റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ യാത്ര തേക്കടിയാണ്. തേക്കടി പെരിയാർ ടയർ റിസർവിൽ ബോട്ട് യാത്രയാണ്. വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റിൻ്റെ എൻഡ്, ഫെബ്രുവരി അവസാനമായൊരു വീക്കെൻഡിൽ സൺഡേ ആണ്. അപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. പൊതുവെ രാവിലെകളിൽ തണുപ്പും കാടിനുള്ളിൽ മഴയില്ലാത്ത സമയമാണെങ്കിൽ ഒരുപാട് ആനിമൽസ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പെരിയാർ ടൈഗർ റിസർവിലെ ആ ഒരു ബോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ്സിൽ വന്നിട്ട് ഇവിടെ കുമളി ടൗണിൽ ഒരു ലോറ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഗോബിബോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴി ബുക്ക് ചെയ്ത് ഇന്നലെ ഇവിടെ എത്തിയിട്ട് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ 9:30 രണ്ടാമത്തെ സ്ലോട്ടിലാണ് ബോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. എക്കോ അടിക്കുന്നുള്ളതുകൊണ്ടല്ലേ. കുറച്ച് കുമളിയുടെ കാഴ്ചകളും ഈ ബോട്ട് യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ വൈബുള്ള ഒരു സ്ഥലമാണ് തേക്കടി. ഒരുപാട് നോർത്ത് ഇന്ത്യക്കാരും വിദേശികളൊക്കെ വരുന്ന ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് തേക്കടി. അത് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിൽ അങ്ങനത്തെ ആരും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആ തേക്കടിയുടെ മനോഹാരിത ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, വാച്ച് ഇറ്റ്. അങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് പാസ്സൊന്നും പ്രത്യേകിച്ചില്ല. ഒരു 15 മിനിറ്റിനകത്ത് 9:30 ബോട്ടിംഗ് ആണെങ്കിൽ 8:30 ഇവിടെ വരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കുറച്ച് സമയം എടുക്കും അവിടെ പോയിട്ട്. വീണ്ടും ഈ രാവിലെ 7:30 പോയ ബോട്ടുകൾ തിരിച്ചു വന്നിട്ട് അതിൽ കയറി പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, എന്തായാലും 11 മണിക്ക് തിരിച്ചെത്തും. അപ്പം ചെറിയൊരു ടീയും സ്നാക്സ് ഒക്കെ ഇവിടെ ഉള്ളൊരു കഫറ്റീരിയ എടുത്തുള്ളൊരു അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നൈസാണ് കേട്ടോ തേക്കടി. വളരെ എന്താ പറയുക, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. ഒരുപാട് റൂംസ് അവൈലബിൾ ആണ്. തേക്കടിയും ഈ റൂമൊക്കെ ഉള്ള സ്ഥലങ്ങൾ തമ്മിൽ ദൂരം വളരെ അടുത്താണ്. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, തണുപ്പുള്ളൊരു പ്രദേശമാണ്. എന്താ മലയാളികൾ കുറച്ച് അധികം വരാത്ത എന്നുള്ള കാര്യം ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. മലയാളികളെ കാണാനേ ഇല്ല. ഇന്ന് ചാലക്കുടിയിൽ നിന്ന് ഒരു BTC യാത്ര ബസ് ഞാൻ കണ്ടു. അത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ചാലക്കുടിയിൽ നിന്ന് ഇവിടം വരെ 2000 രൂപയാണ്. ഫ്രഷപ്പ് മാത്രമേ ഉള്ളൂ. ആ തുകയ്ക്കകത്ത് വെച്ചിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റയ്ക്കായി പോയെന്നേ ഉള്ളൂ. ഫാമിലിയെ കൂട്ടത്തത് കുഞ്ഞു കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഇത്രയും ഒരു ഹൈ റേഞ്ച് യാത്രയിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. നൈസ് യാത്രയാണ്, വളരെ വൈബുള്ള യാത്രയാണ്. പറഞ്ഞ് നൈസ് എന്ന് പറയണതല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നല്ല ഓളം ഉണ്ട്. കുറച്ച് ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ട് വന്നാൽ അതിനെക്കാട്ടി ഓളം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സോളോ ട്രിപ്പ് അതിൻ്റെതായ ഒരു വൈബിൽ ഇങ്ങനെ പോവുകയാണ്. ഇവിടുന്ന് സൈഡ് സീനിങ്ങിന് ഒരുപാട് ജീപ്പ് യാത്രകളുണ്ട്. ഞാനിപ്പോൾ ഒരു വരുന്ന വഴിക്ക് ഒരുപാട് ജീപ്പ് ഡ്രൈവർ എടുത്ത് വെച്ചു. 2000 രൂപയ്ക്ക് സത്രം വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പുറത്ത് ഇവിടുന്ന് അപ്പുറത്ത് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് മുന്തിരിത്തോട്ടങ്ങൾ പോകുന്ന യാത്രകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സ്പൈസസ് വാങ്ങിക്കാൻ പറ്റും. ഷോപ്പിംഗ് സെൻ്ററാണ്. 24 മണിക്കൂർ സ്പൈസസ് ഷോപ്പൊക്കെ തുറന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. നൈസ്. അപ്പോൾ ഒരു 15 മിനിറ്റിനകത്ത് നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്താം. അങ്ങനെ ബസ്സിൽ കയറി ഈ പെരിയാർ ടയർ റിസർവിൻ്റെ ബോട്ടിംഗ് ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വന്നിട്ട് ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫിസിക്കൽ ടിക്കറ്റാക്കി മാറ്റണം. അപ്പോൾ വിൻഡോ സീറ്റ് ചോദിച്ചപ്പം പറഞ്ഞു അങ്ങനെ വിൻഡോ സീറ്റൊന്നും അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ കിട്ടത്തില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ചേ കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞു എന്ത് പ്രയോറിറ്റിയെങ്കിലും ആവട്ടെ കിട്ടട്ടെ. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പം 9:30 ആവും. 9:15 ആയിട്ടേ മറ്റേ 7:30 പോയ ബോട്ട് തിരിച്ചെത്തുള്ളൂ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ നിറഞ്ഞ വെള്ളമായിരുന്നു. എൻ്റെ കൃഷിപ്രദേശമാണ്. ഇവിടെ ഇപ്പം വേനലാകുമ്പോൾ അവർ വെള്ളം കൂടുതൽ കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദനവും കൃഷിക്കൊക്കെ വേണ്ടി എടുക്കുമ്പോൾ കുറയുന്നതാണ്. അല്ലെങ്കിൽ വെള്ളം കുറയുമ്പം ആനിമൽ സൈറ്റിങ് കൂടുതലുണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമാണ് ഇറങ്ങിയത്. നൈസ്. 2 ബോട്ട് സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പെരിയാർ ബോട്ട് ഫോറസ്റ്റിൻ്റെ അതുകൊണ്ട് KTDCയുടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന KTDCയുടെ ആണ്, ലെഫ്റ്റ് സൈഡ് ഫോറസ്റ്റിൻ്റെത്. രണ്ടിലും ഇവിടെ വന്നിട്ട് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ടിക്കറ്റ് തരുന്നതായിരിക്കും. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് വളരെ കംഫർട്ടബിൾ ആട്ടോ. വെച്ചാൽ നല്ല തിരക്കുള്ളൊരു സമയമാണ്. പരിമിതമായിട്ടുള്ളൊരു ടിക്കറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും സേഫ് ആയിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ വളരെ എളുപ്പമില്ല. കുറച്ച് പ്രീ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ യാത്രകളൊക്കെ മനോഹരമാകാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് യാത്ര ചെയ്യുമ്പം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിടത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പോകാറില്ല, റിസ്ക്കാണ്. ഇങ്ങനെ എൻ്റെ അകത്ത് ബോട്ടുകൾ കിടക്കുന്നിടത്ത് റാമ്പിൽ കൂടി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് പെരിയാർ ബോട്ടാണ് കിട്ടിയത്. ഇതിൽ ഫോറസ്റ്റിൻ്റെ പെരിയാർ എന്ന ചെറിയ ബോട്ട്, ആ ബോട്ടിന് കുറച്ച് സ്പീഡ് കുറവുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള 3 ബോട്ടുകളും നമുക്ക് ദൂരെയൊക്കെ പോയിട്ട് വരാം. ഇത് കുറച്ച് ദൂരെ കഴിഞ്ഞ പ്രാവശ്യം പോയുള്ളൂ. അത് ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ പക്ഷെ കാണാൻ ഭംഗി ആ ചെറിയ പെരിയാർ ബോട്ടാണ് കേട്ടോ. ഇത് വേറെ താഴത്തെ നിലയാണ് കിട്ടിയത്. ഒരു വ്യത്യസ്തമായാണ്. കഴിഞ്ഞ വർഷം മേളിലെ നിലയായിരുന്നു. കാര്യമൊന്നുമില്ല, എല്ലായിടത്തും വ്യൂ ഉണ്ട്. വിൻഡോ സീറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. എനിക്കൊന്ന് ഈ ബോളിലെ ഏറ്റവും ലാസ്റ്റ് ടിക്കറ്റ് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്ത് ഞാനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ വേണ്ട 40 പേരാണ് താഴെ ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് സീറ്റ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിക്കഴിഞ്ഞു. മനോഹരമായിട്ടുള്ള യാത്ര ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അനിമൽ സൈറ്റിംഗ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം താഴെ 40, മേളിൽ ഒരു 10-15 സീറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മേളിലത്തെ സീറ്റ് ഞങ്ങൾ ചോദിച്ച് മേടിച്ചു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ അല്ല, ഓൺലൈനിൽ അത് ഓട്ടോമാറ്റിക്കലി സ്ലോട്ട് ഓൺലൈൻ സ്ലോട്ടിങ്ങിലെ പോകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം സ്ലോട്ട് കിട്ടുന്നത് ഭാഗ്യം പോലെ ഇരിക്കും, വിൻഡോ സീറ്റ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ചോദിച്ച് മേടിക്കായിരുന്നു കേട്ടോ. നീർക്കോലി ഇരിക്കുന്നുണ്ടോ? നീർക്കോലി പെരിയാർ ടൈഗർ റിസർവ് പോലത്തുള്ള വൻ കാട്ടി വന്നിട്ട് കാണുന്നത് നീർക്കോലി തന്നെയല്ലേ ആണ്. നല്ല വെള്ളം നല്ല ക്ലിയർ കേട്ടോ, അടിപൊളി. നല്ല ക്ലിയർ വാട്ടർ, പ്യുവർ ഫോറസ്റ്റ് വാട്ടർ. അല്ലെങ്കിൽ നല്ല അങ്ങനെ പ്രകൃതിയായിട്ടുള്ള വലിയ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു വെള്ളമാണത്. അത്യാവശ്യം രാവിലെ നല്ലൊരു വിന്റർ, നല്ല തണുത്തൊരു കാലാവസ്ഥയായിരുന്നു. അത് മാറിയിട്ട് ഇപ്പം കുറച്ച് ചൂട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വെള്ളമൊക്കെ ഭയങ്കര ഗ്രീൻ കളറായിരുന്നു, അതൊന്ന് മാറി ഡാർക്ക് കളറായിട്ടുണ്ട്. തേക്കടിയുടെ തനതായ മരക്കുറ്റികൾ. മുല്ലപ്പെരിയാർ ഡാം പണിതപ്പോൾ കൃഷിപ്രദേശമായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഐക്കോണിക് സീൻ എന്ന് പറയുന്നത് തേക്കടി എന്നൊരു പേര് വരാൻ തന്നെ കാരണം ഈ തടിക്കുറ്റികളാണ്. വൻ വൃക്ഷങ്ങളായിരുന്ന ഒരു കാട്ടില് വെള്ളം നിറയുകയും ആ വെള്ളത്തിന്റെ നടുക്ക് ഇപ്പോൾ ഒരു മരക്കുറ്റികളായി നിൽക്കുന്നുണ്ട്. ഇതാണ് തേക്കടി എന്ന തനതായ ഒരു തേക്കടിയുടെ ഒരു ഐക്കോണിക് സീൻ എന്ന് തന്നെ പറയാം. അതിന് തുടക്കത്തിൽ 2 മരങ്ങളാണ് കണ്ടത്. ഇതേപോലത്തുള്ള ആയിരക്കണക്കിന് മരങ്ങൾ ഇതിനുണ്ട്. ഇതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ കൽക്കരിയായിട്ട് മാറും. അത്രയ്ക്ക് വർഷം പഴക്കമായിട്ടുണ്ട്. ഏതാണ്ട് 100 വർഷത്തെ കോൺട്രാക്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. ഈ മരങ്ങളെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അനിമൽ സൈറ്റിംഗ് ഒന്നും കണ്ടില്ല. ഈ ലെഫ്റ്റ് സൈഡ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ബോട്ടും ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഈ കരയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് ഇത് കാഴ്ച ഉള്ളത്. കുറച്ച് പേര് താമസം കാരണം നമുക്കും ഈ KTTCയിലെ ജലജ്യോതിയൊക്കെ അങ്ങ് ഏതാണ്ട് മുല്ലപ്പെരിയാർ എത്തിയെന്നാണ് തോന്നുന്നത്. കുറച്ച് പേര് ഒരു 10-15 സീറ്റ് സത്യം പറഞ്ഞാൽ വളരെ ലേറ്റായിട്ടാണ് തോന്നുന്നത്. ഞാൻ അത്രയ്ക്കധികമുള്ള സീറ്റുകാരായതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ഇലക്ട്രിക് ബോട്ടും കൂടെ ആയിരുന്നു എനിക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ താഴെ ആയതുകൊണ്ട് ഈ എഞ്ചിന്റെ സൗണ്ട് കുറച്ചൊരു സത്യം പറഞ്ഞാൽ അരോചകമായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അടിപൊളി. നമ്മൾ വന്ന് നമ്മുടെ ആ സെൻട്രൽ ഇവിടെ ആ തീരത്തായിരുന്നു ഇലക്ട്രിക് ബോട്ട്. സത്യം പറഞ്ഞാൽ വാട്ടർ മെട്രോയിലൊക്കെ എഞ്ചിനെ സെറ്റ് ചെയ്ത് ആ സംഭവമൊക്കെ ഇവിടെ വരണം. ഇലക്ട്രിക്കലി ചാർജ് ചെയ്യുന്ന ഈ ഇത്രയും ഒരു പീസ്ഫുൾ സ്ഥലത്ത് കുറച്ചുകൂടിയൊക്കെ സൈലന്റ് പോകണ്ടേ. അതുകൊണ്ട് ഈ ഒരു മരത്തിൻ്റെയൊക്കെ പഴക്കം ആലോചിച്ചു, അല്ലെങ്കിൽ വലിപ്പം ആലോചിച്ചു. ഇത്രയും വെള്ളത്തിൽ ഇന്നത്തെ പോലെ ഒഴിഞ്ഞു വിടാതിരിക്കണമെങ്കിൽ അത്രയും വർഷമായിട്ട് അത് അല്ലെങ്കിൽ അത്രയും വലിയ മരം ആയിരുന്നു ഇരിക്കണം. സത്യം പറയാലോ, ഒരു വാൾപേപ്പർ എന്താ പറയാ, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കേരളത്തിലുണ്ടെന്നുള്ള ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതെനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ അത്രയ്ക്കൊരു നിലവാരമുള്ള ഒരു പ്രദേശമാണ് അത് കേട്ടോ. ഇവിടെ ഒരു ആനയോ കാട്ടുപോത്തോ നിന്ന് വെള്ളം കുടിക്കുന്നതിന് ഇവിടെ ഉണ്ടെന്ന ഒരു സീനാലോ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവൂലേ. അതുകൊണ്ട് ഞാൻ കീപ് ട്രൈയിങ് ആണ്. ഇത് ഈ പ്രാവശ്യം കണ്ടില്ലെങ്കിൽ ഞാൻ അടുത്ത്
സൂം ലെൻസ് ഒക്കെ മേടിക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഒരു 200 mm എങ്കിലും സൂം ലെൻസ് മേടിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഒരു പറയാ കുറച്ച് ഗാഡ്ജറ്റുകൾ, വലിയ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ല, കാഴ്ചക്കാരും കുറവാണ്. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ജീവിക്കുന്നവരും, അല്ലെങ്കിൽ ആഗ്രഹത്തിന് പുറത്ത് പോകുന്നതാണ്. നമ്മളെ ബോട്ടുകളെ വരെ ഉള്ളു. ഈ പെരിയാർ എന്ന് പറഞ്ഞ ബോട്ട് കുറച്ച് സ്ലോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ കിട്ടി. നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാനെന്നുള്ളത് പറ്റില്ല. അല്ലെങ്കിൽ KTDC ബോട്ട് എടുക്കണം. KTDC ബോട്ടാണെങ്കിൽ കുറച്ചുകൂടി ഫസ്റ്റ് എടുത്ത് സ്പീഡിൽ പോകും. എപ്പോഴും നമുക്ക് ഫോറസ്റ്റിന്റെ ബോട്ടുകൾ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷേ ഈ ബോട്ട് കുറച്ച് സ്പീഡ് കുറവാണ്. അപ്പുറത്ത് അവര് അങ്ങനെ കുറച്ചുകൂടി പോയിട്ട് തിരിച്ചു വരും. അതിന് ടൈമിങ്ങിനനുസരിച്ച് കുറച്ച് ദൂരം ഇത് കുറയ്ക്കും. അത് KTDCയിലെ ബോട്ടും മറ്റേ പെരിയ ടയറിന്റെ വേറെ ബോട്ടും ഒന്ന് നിൽക്കുക. ഇത് ബോട്ട് ഇവിടെ വെച്ച് തിരിച്ച് നമ്മൾ തിരികെ പോകുന്നതാണ്. സൈലൻസ് പ്ലീസ്. 4 ആനകൾ പോകുന്നുണ്ട്. 4 5 ആനയുണ്ട്. അഞ്ചുണ്ട്. ചെറിയ ആനയുണ്ട്. വെറുപ്പുള്ള യാത്ര. മോഴ ആനയാണ്. മോഴ एकदम नीचे जाओ. ഈ പ്രാവശ്യം ലെഫ്റ്റ് സൈഡിൽ ഇരുന്നവർക്ക് കുറച്ച് ഇതായിരിക്കും. ബട്ടർഫ്ലൈയും തേക്കടിയിലെ ആനകൾ.
അപ്പം ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തി. അടിപൊളി വെർഫുൾ യാത്രയായിരുന്നു കേട്ടോ. കാട്ടുപോത്തും ആനയൊക്കെ കണ്ടു. 10-15 ആനകളെ കാണാൻ കഴിഞ്ഞു കേട്ടോ. അതിലൊരു 5 ആന അടുത്ത് കണ്ടു. ഒരു 7 ആനകളെ കൂടുതൽ കുറച്ച് ഉള്ളിലോട്ട് കാണാനുണ്ടായി. പിന്നെ ബൈസൺ വെള്ളം കുടിക്കാൻ വന്നത്, മ്ലാവിനെ കണ്ടു. ഇപ്പം അടുത്ത മാസങ്ങളിൽ കുറച്ച് വേനലാണ്. ആ സമയങ്ങളിൽ ഒരുപാട് ആനിമൽസിനെ ഇതിനെക്കാട്ടി കൂടുതൽ കാണാൻ കഴിയും. ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. 11 മണിയായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുമളിയുടെ കുറച്ച് കൂടെ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബോട്ടിങ് ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുമളി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. കമ്പം വരെ കമ്പം തേഞ്ഞിരുന്നില്ല. കമ്പം ഇതിലോട്ടുള്ള പ്രദേശമാണ്. ഞാൻ പോയതെന്ന് വെച്ചാൽ കമ്പത്തോട്ട് പോയി. ഇവിടെ നിന്ന് കുമളിയിൽ നിന്ന് ഒരു ബസ് കയറി ഒരു 20 രൂപയുള്ളൂ. കമ്പം പോയിട്ട് കമ്പത്തു നിന്ന് തിരിച്ചു വന്നു. അവിടെ മുന്തിരിങ്ങ തോട്ടങ്ങളിലെന്ന് പറഞ്ഞ് ഇറങ്ങിയില്ല. കുറച്ചുകൂടെ സമാധാനം ഒരു അടുത്തൊരു തവണ വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എപ്പോഴൊരു ഫസ്റ്റ് ടൈമറായിട്ട് പോയിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണത് ശരിയല്ല. എന്താണോ കൂടുതൽ പോയിട്ട് നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് പറഞ്ഞു തരുമ്പോഴാണ് ഒരു ഭംഗി. അതുകൊണ്ട് ഒരുപാട് കാഴ്ചകൾ ഞാനൊരു ഇൻഫ്ലുവൻസർ ആവുന്നില്ല. അത് ഞാൻ അവിടെ പോയി ചുമ്മാ ഞാൻ ആദ്യമായിട്ടാണ് ഇനി കുമളിയിൽ നിന്ന് കമ്പത്തിലേക്ക് പോകുന്നത്. ഞാൻ ഈ സൈഡ് കുമളി വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീണ്ടും ഈ തേക്കടിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ തേക്കടി നമ്മുടെ ടിക്കറ്റ് സെൻറ്ററിൽ നിന്ന് പെരിയാർ ഈ ടയർ റിസർവിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഹെറിറ്റേജ് ഹോട്ടൽസുകളും ഒരു മുളങ്കാടും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് വിൻറ്റേജ് ഷോപ്പുകളൊക്കെ ഉള്ള നല്ലൊരു ഫോർട്ട് കൊച്ചി വൈബുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇൻടേക്കൊക്കെ പെരിയാർ ടയർ റിസർവിൻ്റെ അവിടെയാണ്. അപ്പോൾ ജസ്റ്റ് അവിടം വരെ നടന്ന് 3:45 ബസ്സാണ്. ഇവിടെ ഒരുപാട് വേറെ സൈഡ് സീനിങ് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പിൽ പോയിട്ട് ചെയ്യാം. പക്ഷേ അത് 2000 രൂപയാവും. സത്രത്തിലാണ്, നമ്മൾ ശബരിമല സത്രമാണ്. സത്രത്തിലേക്കിട്ടുള്ള ഒരുപാട് ഓപ്പൺ ജീപ്പ് സഫാരികൾ ഒരു 10-2000 ജീപ്പുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏകദേശം 2000 രൂപ വരും. അത് 6-7 പേരുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് അടിച്ച് പൊളിച്ച് പോവാം. ഈ ബോട്ടിങ് ഇവിടെ പോയി കമ്പം തേനിയൊക്കെ പോയി കറങ്ങി ഒരു 2 ദിവസത്തേക്കുള്ള അടിപൊളി യാത്രയാക്കാം. ഇതെന്ന് പറയുന്നത് പെരിയാർ ടയർ റിസർവിന്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ 2ാം തവണ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടെ നമ്മളെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് എന്താ പറയുക പെൻസ്ട്രോക്ക് പൈപ്പിലോട്ട് കൊണ്ടുപോകുന്ന ഇൻടേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻടേക്ക് അതായത് പഴയ ഈ പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന നമ്മുടെ നദിയെ അവർ കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി ഒഴുക്കി പെൻസ്ട്രോക്ക് പൈപ്പിൽ, അതായത് ഈ സഖ്യപർവ്വതത്തിന് തുരന്ന് കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു സ്ഥലമാണ്. അപ്പം അത് നടന്നു വന്ന് ഇവിടെ ഒന്ന് കാണാൻ കഴിഞ്ഞു. ഇതാണ് ആ പ്രദേശം. ഈ ഈ വാട്ടർ ലെവലിൽ അങ്ങനെ ഇവിടെ വാട്ടർ ലെവലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള വെള്ളം ഇങ്ങനെ ഈ റൈറ്റിലോട്ട് കയറി അതിൽ ഷട്ടർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എത്ര വെള്ളം കൊണ്ടുപോകണം പോകണ്ടെന്നുള്ളത്. ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞ മുല്ലപ്പെരിയാറിൽ ഇത്രയും കോൺട്രവേഴ്സി ആവുന്ന ഒരു സ്ഥലമാണ്. ഈ ഷട്ടർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു വൈബ് യാത്രയാണ് തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യമൊക്കെ പരിഗണിക്കണം. അപ്പോൾ അതിൻ്റെ സൈനിങ് ഓഫ്.